ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഷെഫി. എന്നെ എല്ലാവർക്കും അറിയാമെന്ന് എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്കൊക്കെ എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നിവിടെ ഒരു കമ്പാരിസൺ നടത്താൻ പോവുകയാണ്. നേഴ്സിംഗ് ഇൻ UK ആൻഡ് നേഴ്സിംഗ് ഇൻ ഇന്ത്യ. ഞാൻ ഇന്ത്യയിൽ കേരളത്തിൽ തന്നെ പഠിച്ച് നോർത്ത് ഇന്ത്യയിലോട്ട് ജോലിക്ക് വേണ്ടി മാറി. ഒരു വർഷം കേരളത്തിൽ ജോലി ചെയ്തു. അന്ന് നമ്മുടെ ബോണ്ടൊക്കെ ഉള്ള ടൈമാണല്ലോ. അന്നേരം അപ്പോൾ ബോണ്ട് കമ്പൽസറി ആയിരുന്നു. അങ്ങനെ ബോണ്ട് ചെയ്യണമായിരുന്നു. ബോണ്ട് ചെയ്തു. അത് കഴിഞ്ഞ് നോർത്ത് ഇന്ത്യയിലോട്ട് പോന്നു. അത് കഴിഞ്ഞ് 5 ഇയർ സൗദിയിലുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ 10 ഇയർ ഡൽഹി തന്നെയായിരുന്നു. നോർത്ത് ഇന്ത്യയിലോട്ട് പോയി. അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. എല്ലായിടത്തും നമ്മൾ നമ്മൾ പോകുന്നത് ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ഫിനാൻസിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ ഫാമിലി ആയിട്ട് പോകുന്നു. കുട്ടികൾക്ക് വിദ്യാഭ്യാസമുണ്ട്. ഹസ്ബൻഡിന് ജോലി എടുക്കാൻ നമുക്ക് 5 വർഷം കഴിഞ്ഞാൽ PR കിട്ടുമെന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് 2-3 വർഷമായി. അങ്ങനെയാണ് വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ ജോലി ചെയ്ത ഇതും ഇവിടെ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. പിന്നെ ഞാൻ പഠിച്ചതും ഇതുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. കാരണം പഠിച്ചത് അന്ന് ഏതോ ഒരു വർഷക്കാലത്ത് 2001 പഠിക്കാനായിട്ട് പോയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതുമായിട്ട് ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. അതായിട്ടൊന്നും സംസാരിക്കുന്നില്ല, ജസ്റ്റ് ഇതൊന്ന് സംസാരിക്കാം. നമുക്ക് കുറച്ച് കമ്പാരിസൺസ്. നമ്മളിവിടെ ജോയിൻ ചെയ്യുമ്പം നമുക്ക് ഏറ്റവും ആദ്യം കുറേ ക്ലാസ്സസ് നമുക്ക് ഇത് എഴുതും. അത് ക്ലാസ്സസ് തരുന്നത് UK കുറിച്ചുള്ള അവയർനെസ്, അങ്ങനെ ESR ഇലക്ട്രോണിക് എംപ്ലോയ്മെൻറ്റ് റെക്കോർഡ്, അങ്ങനെ കൊണ്ടാണ് സ്റ്റാഫ് റെക്കോർഡ്. അപ്പോൾ അതിനകത്ത് നമുക്ക് കുറേ കോമ്പിറ്റൻസിയുടെ ഇതുണ്ട്. നമ്മൾ വീഡിയോ എല്ലാം കാണണം. അതിനകത്ത് ഇൻക്ലൂഡിങ് ആണ് വുമൺ വയലൻസ്, ചൈൽഡ് അബ്യൂസ് വയലൻസ്, സേഫ് ഗാർഡിങ് ഇഷ്യൂസ്, പിന്നെ IT, പിന്നെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുറേ പ്രൊസീജിയർ അല്ല, ആക്ച്വലി അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെയാണ്. നമ്മുടെ എങ്ങനെയാണ് നമ്മൾ പാലിക്കേണ്ടതായ ചില കാര്യങ്ങൾ, അതെല്ലാം അതിനകത്ത് തരും. അതിനകത്ത് മെയിനായിട്ട് എനിക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയതാണ് മാനുവൽ ഹാൻഡ്ലിങ്. നമ്മുടെ അവിടെ ഒന്നും മാനുവൽ ഹാൻഡ്ലിങ് ഞാൻ ഇതുവരെ ഒന്നും അതിന് പോയിട്ടില്ല. ഇവിടെ മാനുവൽ ഹാൻഡ്ലിങ് നമ്മളെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒരു പേഷ്യൻ്റ് വീഴാൻ പോയാൽ ആ പേഷ്യൻ്റ് നമുക്ക് സുരക്ഷിതമായിട്ട് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ പേഷ്യൻ്റ് വീഴട്ടെ എന്നുള്ളതിലാണ് വരുന്നത്. കാരണം അല്ലെങ്കിൽ നമ്മുടെ മേത്തേക്ക് വീണ് നമുക്കും അതിനൊരു ബുദ്ധിമുട്ടൊക്കെ ആയി മാറും. അങ്ങനെ മാനുവൽ ഹാൻഡ്ലിങ്ങിനകത്ത് നമ്മളെങ്ങനെ പേഷ്യൻറ്റിനെ എഴുന്നേൽപ്പിച്ച് നടത്തുന്നു, കിടത്തുന്നു, ടേൺ ചെയ്യുന്നു, പിന്നെ ഹോയിസ്റ്റ്, പിന്നെ സ്റ്റഡി, അതൊക്കെ നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഹോയിസ്റ്റ് ഞാൻ സൗദി വെച്ച് യൂസ് ചെയ്തതാണ്. ബെഡ് റിഡൻ പേഷ്യൻറ്റിനെ നമുക്ക് വെയിറ്റ് ചെക്ക് ചെയ്യാം, ടേൺ ചെയ്യാം, ഒരു ബെഡിൽ നിന്ന് മറ്റ് ചെയറിനകത്തൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ആയിട്ട് അത് വളരെ ഒരു ഹെൽപ്ഫുള്ളാണ്. നമ്മളെങ്ങനെ നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ഏത് പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ ഉള്ളതാണ് അതിനകത്ത് പ്രത്യേകിച്ച് പഠിപ്പിക്കുന്നത്. അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. കാരണം നമുക്ക് ചെറിയ പിള്ളേർ തന്നെ നേഴ്സിംഗ് ആയി നാട്ടിലൊക്കെ ആണെങ്കിൽ ഒത്തിരി ഭാരമുള്ള പേഷ്യൻസിനൊക്കെ കുഞ്ഞു പിള്ളേർ തന്നെ എടുത്ത് വലിക്കുന്നു, പൊക്കിയെടുക്കുന്നു. അത് പേഷ്യൻസിന് ഓൾറെഡി ഡിസ്ലൊക്കേഷൻ, സ്കിൻ ഡാമേജ് ഇതെല്ലാം ഉണ്ടാവും. അതുകൂടാതെ നമുക്കും ഒത്തിരി ബുദ്ധിമുട്ട്. നമുക്ക് ബാക്ക് പെയിൻ ഇപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ ഭയങ്കര സിവിയർ ബാക്ക് പെയിൻ ആയിട്ടുണ്ടെന്ന്. കാരണം നമ്മുടെ ബാക്ക് എങ്ങനെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റഡി എങ്ങനെ ഇത് പൊസിഷനിൽ നിൽക്കണം നമുക്കറിയാൻ മേലാത്ത അവസ്ഥ, അങ്ങനെയൊക്കെ ഉള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. പേഷ്യൻ്റ് ചെയറിൽ നിന്ന് എങ്ങനെ ബെഡിലോട്ട് എടുക്കാം, സ്റ്റഡിയൊക്കെ നല്ല യൂസ്ഫുൾ ആട്ടോ. നമുക്ക് ഏത് കാലിന് വലിയ വീക്ക്നെസ് ഇല്ലാത്ത പേഷ്യൻസിനെയൊക്കെ, ഒരുവിധം ഏജ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ നമുക്ക് പിടിച്ച് ഇരുത്തി ഒക്കെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് പറ്റും. ഹോയിസ്റ്റ് എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് എടുത്ത് തൂക്കി അങ്ങോട്ട് വേറെ അതിൽ കിടത്തുന്നതാണ്. പിന്നെ അങ്ങനെയൊക്കെ ഉള്ളതാണ് മാനുവൽ ഹാൻഡ്ലിങ് പഠിപ്പിക്കുന്നത്. അതാണ് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം എനിക്ക് 40 വയസ്സ് കഴിഞ്ഞ പിന്നെയാണ് ഞാൻ UK വന്നത്. അതുവരെ ഞാൻ മാനുവൽ ഹാൻഡ്ലിങ് ഒന്നും ഇത് ചെയ്തിട്ടില്ല. എനിക്കറിയത്തില്ല. ഞാൻ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലുണ്ടോ, ഞാൻ ജോലി ചെയ്ത ഹോസ്പിറ്റലൊന്നും ഇല്ലായിരുന്നു കേട്ടോ.
പിന്നെയാണ് കോമ്പിറ്റൻസി ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു IV ഇടണമെങ്കിൽ അതിന് കോമ്പിറ്റൻസി വേണം. നമ്മളെ അവർ പഠിപ്പിക്കും. പിന്നെ ബ്ലഡ് എടുക്കുന്ന ഒരുമിച്ച് അങ്ങനെ എടുത്ത് നമ്മൾ പിന്നെ 5 വിറ്റ്നസ് സൂപ്പർവിഷൻ അതെല്ലാം കഴിഞ്ഞ് അവർ സൈൻ ഇട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് ക്യാനിൽ ഇടാനും ബ്ലഡ് എടുക്കാനും പറ്റത്തുള്ളൂ. പിന്നെ പമ്പ് ട്രെയിനിങ്, സിറിഞ്ച് പമ്പുണ്ട്, സിറിഞ്ച് ഡ്രൈവറുണ്ട്, പിന്നെ ഇൻഫ്യൂഷൻ പമ്പുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിൽ കൊടുക്കുന്ന പോലെ IV ഫ്ലൂയിഡ് കണക്ട് ചെയ്ത് ഫ്ലോർ റെഗുലേറ്ററി ഒന്നിട്ടല്ല കൊടുക്കുന്നത്. അത് ഇൻഫ്യൂഷൻ പമ്പിൽ കൂടെ മാത്രമേ കൊടുക്കാമുള്ളൂ. അതുപോലെ തന്നെ ഒട്ടുമിക്ക ഇഞ്ചക്ഷനുകളും നമ്മുടെ പമ്പിൽ കൂടെ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ഞാനൊരു കണ്ട കാര്യം, ഞാൻ ഫ്യൂറോസമൈഡ് നമ്മൾ നാട്ടിലും സൗദിയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് കോൺസെൻട്രേറ്റ് ഡൈല്യൂട്ട് ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അത് ഡൈല്യൂട്ട് ചെയ്തിട്ടും കൂടിയാണ് നമ്മൾ ഇൻഫ്യൂഷൻ പമ്പിൽ കൊടുക്കുന്നത്. അത് ഓരോ ഹോസ്പിറ്റലിലെ ഓരോ പോളിസിയും പ്രൊസീജിയറും അനുസരിച്ചിരിക്കുന്നത് ഡിഫറെൻ്റ് ആണ്. പിന്നെ ഞാൻ ഒരു കണ്ട കാര്യമാണ്, CD ഉള്ള പേഷ്യൻസിന് വാങ്കോമൈസിൻ ഇഞ്ചക്ഷനാണ് കലക്കി ഓറലിയും കൊടുക്കുന്നത്. അത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. സാധാരണ വാങ്കോമൈസിൻ ഇഞ്ചക്ഷൻ രൂപത്തിലൊക്കെയല്ലോ, പക്ഷെ ആ പൗഡർ കലക്കിയിട്ട് 125 ആണെന്ന് തോന്നുന്നു ഡോസ്. അങ്ങനെ അതും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ. പിന്നെ പേഷ്യൻ്റ് റേഷ്യോ NHS എപ്പോഴും കൂടുതലായിരിക്കും. പക്ഷേ ഞങ്ങളുടെ അക്യൂട്ട് വാർഡായതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. 6 പേഷ്യൻ്റ് പ്ലസ് 6 പേഷ്യൻ്റ് ലോബയിലൊക്കെ ആണെങ്കിൽ 6 അല്ലെങ്കിൽ 7 പേഷ്യൻസ് അങ്ങനെ പോകുന്നു. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒത്തിരി പേഷ്യൻസിനെ കാണും, ഒരു പ്രദേശം മുഴുവൻ തരും. അതുകൂടാതെ ആ പേഷ്യൻസിൻ്റെ ഒരു ജൂനിയർ സ്റ്റാഫ് വന്നു കഴിയുമ്പോൾ ഓൾറെഡി ആ കുട്ടി നല്ല കോമ്പിറ്റൻ്റ് ഒന്നും ആയിരിക്കത്തില്ല ചെയ്യുന്നതിലൊന്നും. അപ്പം എല്ലാ കാര്യത്തിനും അവർ സ്റ്റാഫിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പം ആ 5 പേഷ്യൻ്റ് അല്ലെങ്കിൽ 6 പേഷ്യൻ്റ് ആണെങ്കിൽ അത് അവരെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൂടാതെ പേഷ്യൻ്റ് അറ്റൻഡർ, കുറേ മനുഷ്യർ നമ്മുടെ പുറകെ നടന്ന് അത് ഇത് ചെയ്യ് ഇൻചാർജ്. ഞാനൊരു ഇൻചാർജ് ആയിരുന്നു, പക്ഷേ ഞാനും കൂടെ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു അത് ചെയ്തില്ല, നീ എന്തുകൊണ്ട് അത് ചെയ്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് പോകണം കൊടുക്കുക. കൊച്ചിനൊരു പീസ്ഫുള്ളായിട്ടൊരു ഇത് കൊടുക്കാനായിട്ടുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കാറില്ല. ആക്ച്വലി അതവർ ഒത്തിരി ഭയങ്കര അവർക്ക് സ്ട്രെസ് ആവുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാവും, പ്രത്യേകിച്ചും വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ. ഇവിടെ അങ്ങനെ പേഷ്യൻസും ഫാമിലി ഒന്നുമില്ല. അതിന് ഇതുണ്ട്, നമ്മുടെ വിസിറ്റിംഗ് അവേഴ്സിൽ അവർ വരും കണ്ടിട്ട് പോകും. ചില മനുഷ്യർ മാത്രം എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ പറയും. ഇവർ പറയുന്ന ഒരു കുഞ്ഞു കൺസേൺ പോലും നമ്മൾ ഹൈലൈറ്റ് ചെയ്തെടുക്കണം. മീൻസ് അങ്ങനെ ഒക്കെ ഉള്ള കാര്യങ്ങളാണുള്ളത്. അതൊരു പ്രത്യേക ഇതായിട്ട് ഞാൻ കാണുന്നു. പിന്നെ സേഫ് ഗാർഡിങ്, പേഷ്യൻസിന് നമ്മൾ അസസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പേഷ്യൻസ് സേഫ് ഗാർഡിങ് ഉണ്ടോ, വീട്ടിൽ എന്തെങ്കിലും ടോർച്ചറിങ് ഉണ്ടോ, ഫിനാൻഷ്യലി ബുദ്ധിമുട്ട് എന്തെങ്കിലും വരുത്തുന്നുണ്ടോ, അവരുടെ കെയർ ആരെങ്കിലും നിരസിക്കുന്നുണ്ടോ, അതെല്ലാം സേഫ് ഗാർഡിങ് വളരെ ഇഷ്യൂ ആണ്. അന്ന് പേഷ്യൻസിന് മാത്രമല്ല, നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിഫറെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ലീവ് എന്ന് വെച്ചാൽ നമുക്ക് അവേഴ്സിലാണ് ലീവ് തരുന്നത്. അവേഴ്സ് എന്ന് വെച്ചാൽ ഈ ഒരു വീക്കിൽ ജോലി ചെയ്യുന്ന 3 ഡേയ്സ് ആനുവൽ ലീവാന്ന് വെച്ചാൽ ആ വീക്ക് ഫുള്ള് നമുക്ക് അവധിയാണ്. കാരണം 3 ഡേയ്സ് നമുക്ക് ആനുവൽ ലീവ്, ബാക്കിയെല്ലാം നമ്മുടെ ഓഫ് ഡേയ്സ് ആണ്. ഇവിടെ 12 hour ഷിഫ്റ്റ് ആണല്ലോ, അതുകൊണ്ട്. അപ്പം 3 ലീവ്സ് എന്ന് പറഞ്ഞാൽ ഒരാഴ്ച മൊത്തം നമുക്ക് അവധി. അതുപോലെ സിക്ക് ലീവ് നമുക്ക് ഇവിടുന്ന് വിളിച്ച് പറയാം. നമുക്ക് വിളിച്ച് 3 പ്രാവശ്യം 4 പ്രാവശ്യം കൊണ്ട് വിളിച്ച് പറയാൻ അതെങ്ങാണ്ട് 5 ഡേയ്സ് 7 ഡേയ്സോ അങ്ങനെ. അപ്പം നമ്മൾ വന്നില്ലെങ്കിൽ നമ്മൾ വിളിച്ച് പറയണം. അങ്ങനെ ഒരു എപ്പിസോഡ്, അങ്ങനെ 3 എപ്പിസോഡ് നമുക്ക് ഇതായിട്ട് എടുക്കാം, ഈസി ആയിട്ട് എടുക്കാം. അതിന് ശേഷമുള്ള നമ്മൾ GP പോയി കാണുക, അതിൻ്റെ ലെറ്റർ വേണം. പിന്നെ നമുക്ക് ഇൻഫോർമൽ മീറ്റിംഗ് ഉണ്ട് അതിന് ശേഷമുള്ളത്. പിന്നെ 2 സിക്ക് ലീവ് കൂടെ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫോർമൽ മീറ്റിംഗ് ആകും. പിന്നെ അവർക്ക് കംപ്ലീഷൻ നമുക്ക് വാണിംഗ് അങ്ങനെയൊക്കെ തരും. നമ്മുടെ നാട്ടിലാണെങ്കിൽ സിക്ക് ലീവ് എടുക്കണമെന്നുണ്ടെങ്കിൽ അയ്യോ എനിക്ക് വരാൻ പറ്റത്തില്ല ചേച്ചി പറഞ്ഞു കഴിഞ്ഞാൽ, എന്താ നിനക്ക് വരാൻ പറ്റാത്തത്, അങ്ങനെയാണോ വരാൻ പറ്റാത്തത്, ലൂസ് മോഷൻ ആയത് എടുത്ത് കാണിച്ചിട്ട് വരാൻ പറ്റുന്നു പറയുന്ന ഇൻചാർജ്മാരുണ്ട്. കാരണം അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല, കുട്ടികൾ ഒത്തിരി നുണ പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളതാണ് ലീവിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലീവ് നമുക്ക് ആനുവൽ ലീവ് എന്ന് വെച്ചാൽ എത്രയാണ് 212 അങ്ങനെ കണ്ട അവേഴ്സ് ആയിട്ടാണ് തരുന്നത്. അവേഴ്സ് ഡിവൈഡഡ് ബൈ 12 hour അതായി കഴിയുമ്പോൾ നമുക്ക് എത്ര ദിവസം കിട്ടും എന്നുള്ളത് കിട്ടും. അപ്പം
3 ആനുവൽ ലീവ് ആണെങ്കിൽ നമുക്ക് 1 വീക്ക്, അങ്ങനെയാണ് ഞാൻ പറഞ്ഞല്ലോ. അത് നമുക്ക് നേരത്തെ എഴുതിയിടണം. അപ്പം നമ്മുടെ നാട്ടിലും അങ്ങനെയാണ്, നേരത്തെ തന്നെ എഴുതിയിടണം. ഡ്യൂട്ടി റോസ്റ്റർ നമുക്ക് 1 or 2 months മുമ്പ് നമുക്ക് ഡിസ്പ്ലേ ചെയ്തൊരു ആപ്പ് ഉണ്ട്, അതിനകത്തോട്ട് വരും. അപ്പോൾ നമുക്ക് നമ്മുടെ ഡ്യൂട്ടിയും എല്ലാം കറക്റ്റായിട്ട് കാണാൻ പറ്റും. പിന്നെ അത് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അനുവാദം വേണം, അങ്ങനെയുള്ളതാണ് കാണിക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലാണെങ്കിൽ നീ ഇന്ന് വരണ്ട, അല്ലെങ്കിൽ നീ ഇന്ന് ഡ്യൂട്ടിക്ക് വന്നേ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ പറയുന്ന ഇതാണ്. നമുക്ക് അവിടെ പിള്ളേർക്ക് ഒരു വോയിസ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നാ എക്സ്പീരിയൻസ് ലെറ്റർ തരത്തില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല ഇവിടെ. നമ്മളവർ അങ്ങനെ കമ്പൽ ചെയ്യത്തില്ല. ഓക്കെ, നാളെ വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നീ എന്നാൽ ജോയിൻ ചെയ്യണമെന്ന് പറയാം, അന്ന് ഇനി ഇടയ്ക്ക് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ വിളിച്ച് പറയണം, അല്ലെങ്കിൽ അന്ന് ജോയിൻ ചെയ്തില്ലെങ്കിൽ നീ വിളിച്ച് പറയണം എന്നുള്ളത് മാത്രമേ പറയത്തുള്ളൂ. അതുകൊണ്ട് ഒക്കെ നമുക്കങ്ങനെ നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ഇവിടെ ആരും പെരുമാറത്തില്ല. നിനക്ക് ലൂസ് മോഷൻ വന്നു, അതെങ്ങനെ വന്നേ, അങ്ങനെ അതൊന്നും ചോദിക്കത്തില്ല. ഓക്കെ, നീ സിക്കാണ്, നേരത്തെ വിളിച്ച് പറയുക. അവർ നല്ല പൊളൈറ്റായിട്ടാണ്, റെസ്പെക്റ്റ് ആയിട്ടാണ് നമ്മളെ സംസാരിക്കുന്നത്. അത് ഒരു കാരണം എന്ന് വെച്ചാൽ ഇവിടെ റേസസ് അങ്ങനെ പാടില്ല, അങ്ങനെയൊക്കെയുള്ള നിയമങ്ങളുണ്ടല്ലോ, നിയമങ്ങളെല്ലാവരും ഫോളോ ചെയ്യുന്നവരാണ്. പിന്നെ ഞാനൊരു കാര്യം കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും വാർഡിലൊരു മിസ്സായിട്ടിട്ട് പോയാൽ, ഒരു പേനയാണെങ്കിൽ തന്നെ അത് അവിടെ ഇരിക്കുവാണെങ്കിൽ അടുത്ത നമ്മൾ ഡ്യൂട്ടി വരുന്നിടം വരെ അത് അവിടെ ഇരിക്കും, അത് ആരും എടുത്തുകൊണ്ട് പോകത്തില്ല. ഒരു ഡ്യൂട്ടിയിൽ തന്നെ 5 or 6 പേനയും കാണാതെ പോകുന്ന ഡോക്ടർമാരെടുത്തുകൊണ്ട് പോകുന്നതായിരിക്കും, വേറെ നേഴ്സുമാരെടുത്തുകൊണ്ട് പോകുന്നതായിരിക്കും. അങ്ങനെ പല ഷിഫ്റ്റുകളും നമ്മൾ കഴിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ അതൊരു വളരെ വളരെ ഓണസ്റ്റാണ് ഇവിടുത്തെ പീപ്പിൾ. അതുകൊണ്ട് ഇവിടെ വന്നുകൊണ്ട് വേറെ കൺട്രിയിൽ നിന്ന് വന്നാലും അവരും അത് തന്നെ ഫോളോ ചെയ്യുന്നു. അപ്പോൾ ഒരു പേന കഴിഞ്ഞ ദിവസം കാണാതെ പോയി കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഇരിക്കും. അതൊക്കെ വളരെ ഇതാണ്. പിന്നെ ഡോക്ടേഴ്സ്, നമ്മുടെ നാട്ടിലെ ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ സർജൻ ഒഴികെ ബാക്കി എല്ലാവരും നല്ല ടിപ്പ് ടോപ്പായിട്ട് ഡ്രസ്സ് ഇട്ട് ടൈ ഒക്കെ കെട്ടി അടിപൊളിയായിട്ടല്ലേ വരുന്നത്. ഇവിടെ ചുളുങ്ങി ഒരു സ്ക്രബൊക്കെ ഇട്ട് അവർ വരുന്നത്. ചില കയ്യിൽ ഫുള്ള് ടാറ്റു അങ്ങനെയൊക്കെ ഇട്ട് മനുഷ്യർ വരുന്ന കണ്ടിട്ടുണ്ട് ചില ഡോക്ടേഴ്സ്. ചിലർ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഏഷ്യൻ കൺട്രീസ് ഒക്കെ വരുന്ന മിക്ക ഡോക്ടേഴ്സും അടിപൊളിയായിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഡോക്ടേഴ്സ് സ്റ്റെത്തും ഒന്നും ഇല്ലാതെയാണ് വരുന്നത്, നമുക്കതേതൊന്നും അറിയാൻ പറ്റത്തില്ല. പിന്നെ ഇൻക്രിമെൻറ്റിനെ കുറിച്ച് എനിക്ക് 10 പറയാനുണ്ട്. ഇൻക്രിമെൻ്റ് ഇവിടെ 2 വർഷം കഴിയുമ്പോൾ എല്ലാവർക്കും അവിടെ പേ സ്കെയിൽ കൂട്ടും. അവർലി ഉള്ള നമ്മൾ എലിജിബിൾ ആണ്, അന്നേരം നമ്മളെ അത് കൂട്ടി നമ്മുടെ ഇൻചാർജ് ഇവാലുവേഷൻ വിടും, എല്ലാവർക്കും ഒരുപോലെ തന്നെ അത് കിട്ടും. നമ്മുടെ നാട്ടിലത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവാലുവേഷന് നമ്മൾ എത്ര കടന്നു പഴഞ്ഞാൽ അതങ്ങനെ തരം തിരിച്ച് സെഗ്രിഗേറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള ഒക്കെ ഉണ്ടായിരിക്കും. ആദ്യം ഇങ്ങോട്ട് വിളിക്കും, ICU ഞാൻ പറയുന്നില്ല ഏതാന്ന്, ഇങ്ങോട്ട് വരൂ, ഇവൻ ആങ്കൊച്ചാണല്ലോ, ഇവന് നല്ലതായിട്ട് ജോലി ചെയ്യും, ഇവൻ ഒരു 2-3 മണിക്കൂറൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇവിടെ നിൽക്കും, എല്ലാം ചെയ്യും, എന്നാൽ ശരി ഇവൻ ഇരിക്കട്ടെ 10%. അടുത്ത ആള് ICU 4 വരട്ടെ. ICU 4 ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ, ICU 4 ആൾക്കും എന്തെങ്കിലും ഒരു ഇൻക്രിമെൻ്റ് പോലും കിട്ടാത്ത ആൾക്കാരെ. എന്നാൽ പിന്നെ അടുത്ത ആൾ വരട്ടെ, ഇവനും കുഴപ്പമില്ല, അത് വരട്ടെ. ഇതെല്ലാം കഴിഞ്ഞ് ജോലിയും ചെയ്ത് ഇവരെല്ലാവരും പോകും. പെൺകുട്ടികൾക്ക് ഏതൊരു സ്ഥലത്ത് നിന്ന് നോക്കിയെന്ന് പറഞ്ഞാലും എന്താണെന്ന് എനിക്കറിയത്തില്ല, എപ്പോഴും ഇൻക്രിമെൻറ്റ് കുറഞ്ഞേ കിട്ടത്തുള്ളൂ. ഞാനൊക്കെ അതിൽപ്പെടുന്നതാണ്. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കണ്ടാൽ ഞാൻ നേരിട്ട് പറയും, അതെൻ്റെ സ്വഭാവമാണ്, അതെനിക്ക് മാറ്റാൻ ആഗ്രഹവും ഇല്ല. അത് ഒരു പരിധി വരെ എനിക്ക് ദോഷം ചെയ്തിട്ടുണ്ട്. കാരണം എന്തൊക്കെ കേപ്പബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ പറയുന്നത് അത് മനസ്സിൽ സൂക്ഷിക്കും, പിന്നെ അവർ നമുക്ക് ഇൻക്രിമെൻ്റ് തരത്തില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇഡ്ഡലി സാമ്പാറും മീനും എല്ലാം ചട്ടിയാപ്പടി എടുത്തുകൊണ്ട് വരുന്ന പല മനുഷ്യർക്കും ഇൻക്രിമെൻ്റ് കൂടുതലായിട്ട് നമ്മുടെ ചീഫ് ഓഫ് നഴ്സിങ്ങിന് കൊടുക്കുന്ന ആൾക്കാർക്ക് അവരിഷ്ടം പോലെ ഇൻക്രിമെൻ്റ് കൊടുക്കുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ എല്ലാത്തിനും സോപ്പിട്ട് എസ് ബോസ്. ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ബോസ് അങ്ങനെയൊന്നുമില്ല. നമ്മൾ ആരെയാണോ പേര്, നമ്മുടെ ചാർജ് നേഴ്സ് ആണെങ്കിലും നമ്മൾ പേരാണ് വിളിക്കുക. ഒരു മാഡം, സർ അങ്ങനെയൊന്നും വിളിക്കേണ്ട, നമുക്ക് അവർ പേര് വിളിക്കാം. അവർ റെസ്പെക്ട് ചെയ്യുന്നത്, നമ്മുടെ അണ്ടറിലല്ല, എല്ലാവർക്കും ഒരേ ഇതാണ് അവർ തരുന്നത്. മാഡം അങ്ങനെയായിരുന്നു. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ കുറ്റം മറ്റുള്ള വാർഡിൽ കുറ്റം ചെന്ന് പറയുക, അങ്ങനെ എടുത്തുകൊണ്ട് വയ്ക്കുക, അതെല്ലാം ചെയ്യുന്ന മനുഷ്യർക്കായിരിക്കും ഇൻക്രിമെൻ്റ് കൂടുതൽ എടുക്കുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഏതെങ്കിലും നേഴ്സിംഗ് സൂപ്രണ്ടുമാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ചിന്തിക്കണം, ബോയ്സിനെയും ഗേൾസിനെയും ഒരിക്കലും നിങ്ങൾ തരം തിരിച്ച് കാണരുത്.
പിന്നെ അവർ ചെയ്യുന്ന, നിങ്ങളൊരു സ്ത്രീയാണല്ലോ, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്തെങ്കിലും ഒരിക്കൽ? അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അതുപോലെ തൻ്റെടിയായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ടൊക്കെയാണ് പാവപ്പെട്ട പിള്ളേർ ഒത്തിരി പേര് നല്ലതായിട്ട് പണി ചെയ്യുന്നവർ നമ്മളെ നാട്ടിലുണ്ട്. ഇൻചാർജിമാരായിരിക്കാം, സ്റ്റാഫുമാരായിരിക്കാം, അവർക്കൊരിക്കലും ഒരു കൺസിഡറേഷൻ ആരും കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെന്ന് വെച്ചാൽ പെൺകുട്ടികളെന്ന് വെച്ചാൽ വീട്ടിൽ രാവിലെ ജോലിയെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. അതിനുശേഷം ഇവിടുത്തെ ജോലി കഴിഞ്ഞിട്ട് വേണം അന്നേരം ബാക്കി പണി ചെയ്യാൻ. അന്നേരം 4:30 ചില നഴ്സിംഗ് ഇൻചാർജ് ചീഫ് ഓഫ് നഴ്സിംഗിന് ഭയങ്കര അസുഖം 4:30 ഡ്യൂട്ടി കഴിയുന്ന സമയത്ത് മീറ്റിംഗ് വെക്കുക എന്നുള്ളത്. അത് എന്ത് സഹിക്കുകയാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാകുന്നില്ല. ഒന്നുമല്ലെങ്കിൽ 4 മണിക്ക് വെക്കുക. 4 മണിക്ക് വെച്ചാലോ ഏതേലും ചെറുക്കന്മാരൊന്ന് കുണുകുണുകുണാന്ന് പറഞ്ഞത് അത് ഒരിക്കലും നമ്മളെ പിന്നെ അവിടെ വിടത്തില്ല. 4:30 ഈ പെൺകുട്ടികൾക്ക് പോയിട്ട് വീട്ടിൽ നിന്ന് വാതിൽ തുറക്കുന്നതിന് മുമ്പ് പിള്ളേരെ എൻ്റെ അവസ്ഥ, എനിക്ക് 2 പിള്ളേരാ, അവരെ ക്രിച്ചിന്ന് എടുത്തുകൊണ്ട് വന്ന് അവർക്ക് ഫുഡ് കൊടുക്കണം, കുളിപ്പിക്കണം, ഫുഡ് ഉണ്ടാക്കണം. ഹസ്ബൻഡ് അന്നേരത്തേക്കും വരും, പുള്ളിക്കാരൻ കുറച്ച് ഹെൽപ്പ് ചെയ്യും, അങ്ങനെ എല്ലാ കാര്യങ്ങളും. പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള പിള്ളേർക്കുള്ള സാധനങ്ങൾ എല്ലാത്തിനും ടെൻഷൻ്റെ നടുക്കാണ് നിൽക്കുന്നത്. അപ്പം അവരെ ഇട്ട് ഇങ്ങനെ വലിപ്പിക്കരുത്. അതൊരു ഭയങ്കര ഒരു സൈക്കോത്തരമായിട്ട് ഞാൻ എപ്പോഴും കാണാറുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ചെന്ന് നിന്നാലും പുറകെ വന്ന ചെറുക്കന്മാരോട് നീ പറയടാ. അപ്പം ഞാനൊരു ദിവസം കയറി പറഞ്ഞു, എക്സ്ക്യൂസ് മീ, ഞാൻ ആദ്യം വന്നത്, ഞാൻ പറഞ്ഞിട്ട് ഞാൻ പോവാം, ഞാൻ പറഞ്ഞിട്ട് പുറകെ ഇറങ്ങി പോകുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പലതും വെരി ബാഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ജോലി ചെയ്യുന്ന ആരാണോ അവരേത് ഇതിനാണോ കംപ്ലൈൻറ്റ് അധികം വരാത്തത് അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, പെൺകുട്ടികളെയും കൂടെ നോക്കി നിങ്ങൾ മാർക്ക് ഇടുക. നോട്ട് ഓൺലി ഫോർ ബോയ്സ്. ഓക്കെ, ബോയ്സ് ഉണ്ട് നല്ലതായിട്ട് ജോലി ചെയ്യുന്ന, നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. പക്ഷേ അത് മാത്രമല്ല, ബാക്കിയെല്ലാവരും ജോലി ചെയ്യുന്നുണ്ട്, അതുകൂടെ നോക്കണം. പിന്നെ മാഡത്തിൻ്റെ കൂടെ പോയി ചായ കുടിക്കാൻ ഇതിനൊന്നും പെണ്ണുങ്ങൾക്ക് അത് വലിയ ഇൻട്രസ്റ്റ് കാണത്തില്ല. പിന്നെ അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അതുപോലെ തന്നെ മീൻകലം എടുത്തുകൊണ്ട് വരുന്ന ആൾക്കാർക്കും പിന്നെ ഇഡ്ഡലി രാവിലെ ഉണ്ട്, രാത്രി കാല് മസാജ് ചെയ്യുന്ന ആൾക്കാർക്കും അങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ. പിന്നെ ഒന്നിനും ചേരാത്ത ഒരു ഹെയർ കട്ട് വന്ന മാം യു ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് എനിക്കങ്ങനെ പറയാൻ പറ്റത്തില്ല. എനിക്കത് അറിയത്തുമില്ല. എനിക്ക് സത്യം പറയാൻ ചിരി വരും. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാനൊരു ദിവസം ഒരു ചാർജ് നേഴ്സായിട്ട് നിന്ന സമയത്ത് ഒരു CN നമ്മുടെ പഞ്ചിങ് നമ്മൾ പഞ്ച് ചെയ്യുന്ന സാധനം അതെടുത്തിട്ട് ഇടിക്കാനായിട്ടൊക്കെ വന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചേച്ചി കരഞ്ഞു പിഴിഞ്ഞ്. എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വന്നു. ഇത്ര ബോധമില്ലാത്ത മനുഷ്യരൊക്കെയാണ്. ഒരു മനുഷ്യന് നമ്മുടെ വാർഡിൽ കംപ്ലൈൻറ്റ് ഉണ്ടാവും, അവിടെ പേഷ്യൻ്റ് ആയിരിക്കും, പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള എങ്ങനെയുള്ള സ്റ്റാഫാണ് അവിടെ ജോലി ചെയ്യുന്നത്, അങ്ങനെയുള്ളൊരു മാനസികസ്ഥിതി ഒന്നും ഉണ്ടാകത്തില്ല. ഇത് കേൾക്കുമ്പോൾ കൂടെ ഇന്ന് കരഞ്ഞ ചേച്ചിക്ക് കാര്യം പിടികിട്ടും. ഞാൻ ചിരിച്ചോണ്ടെങ്കിൽ പുറത്തിറങ്ങി പോകണം കേട്ടോ. അന്നേരം ഞാൻ എന്ത് ചിന്തിച്ചോണ്ടിരിക്കണം എന്നാന്ന് വെച്ചാൽ ഞാൻ എന്ത് കറി വെക്കും എന്നുള്ളതാണ്. ഏതാണ്ട് നമ്മുടെ കാർഗിലിൽ യുദ്ധത്തിന് പോയി നിൽക്കുന്ന മട്ടാ വൈകുന്നേരം CNോടെ മീറ്റിങ്ങിനൊക്കെ പോയി നിൽക്കുന്നത്. അത് ഒത്തിരി സ്ട്രെസ്ഫുൾ ആണ്. പക്ഷെ ഇപ്പോൾ ഓർക്കാൻ നല്ല രസം കേട്ടോ. താങ്ക് യു സോ മച്ച്. വി ആർ സോ ഹാർഡ് ബിക്കോസ് ഓഫ് യു പീപ്പിൾ. പിന്നെ 1 വർഷം ഇൻക്രിമെന്റ് തരാതെ ഇരുന്നു. ഞാനപ്പോൾ എനിക്ക് അത്രയും ഭയങ്കര വിഷമം. ഓരോ ഇൻക്രിമെന്റിന് ശേഷം ഞാൻ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഞങ്ങൾ എണ്ണി നോക്കുക എത്ര പൈസ കൂടുതൽ കിട്ടും എന്നുള്ളത്. അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യാതെ ദൈവം നമുക്ക് തരാനുള്ളത് ഒരു കാലത്തും ആരെക്കൊണ്ട് നിർത്താൻ കഴിയത്തില്ല. നമുക്കൊരു ഹാപ്പിനെസ്. ഇവിടെ ജോലി ഈസിയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ബെഡ് സൈഡ് ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഹാപ്പിയാണ്. എനിക്ക് ഇവിടെ ആൾക്കാരെല്ലാം ഹെൽപ്പ് ചെയ്ത് തരും. നമുക്കൊരു പീസ്ഫുള്ളാണ്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. തമാശയായിട്ടും കാര്യമായിട്ടും നടന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. ചിലർക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുകയില്ല. പക്ഷേ നിങ്ങളൊന്ന് ഇരുത്തി ചിന്തിച്ച് നോക്കുക. നിങ്ങൾ എന്നേലും ചെയ്ത കാര്യങ്ങളെല്ലാം, ഞാൻ ആരെയും എന്നെ വിധിക്കാൻ ആളല്ല എന്ന് പറയുന്ന പോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യും. അവനവൻ്റെ നിലനിൽപ്പിന് വേണ്ടി ചിലപ്പോൾ അവർ ചെയ്തതായിരിക്കും. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, നമുക്ക് ക്ഷമിച്ചു കൊടുക്കാം. നമ്മൾ എന്ന് ഇത്ര ആയില്ലേ. നമുക്ക് ആരുമില്ലാത്ത സ്ഥലത്ത് ദൈവമുണ്ട്. അതാണ് നമ്മുടെ ഒരു ഇത്. അതിന് അടുത്ത എപ്പിസോഡ് ഇടന്ന് തിരിച്ച് അടുത്ത് വരാം കേട്ടോ. ഓക്കെ, ബൈ, സീ യു.